കണ്ണൂർ ജില്ലയിൽ ഇന്നലെ രാത്രി ആരംഭിച്ച മഴ തുടരുകയാണ്. മഴയത്ത് ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഒരു 4 മണിയോടുകൂടി കണ്ണൂർ തളാപ്പിലെ രാജന്റെ വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. രാജൻ നമ്മളോടൊപ്പം ചേരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? എത്ര മണിക്കാണ് കൃത്യമായി? പുലർച്ചെ ഒരു 4 മണിക്കായിരുന്നു. 4 മണിക്ക്. ചേട്ടനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു? ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഞാനും വൈഫും ഉണ്ടായിരുന്നു ഇവിടെ. നിങ്ങൾ രണ്ടുപേരാണ് ഇവിടെ രണ്ടുപേരാണ് ഇവിടെ താമസിക്കുന്നത്. അങ്ങനെ ഒരു 3:30 ഞങ്ങൾ ഈ കാറ്റ് മഴയത്തെന്ന് പറഞ്ഞാൽ ഉണർന്നായിരുന്നു. ആ സമയത്ത് ഉണർന്ന് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നൊരു അരമണിക്കൂർ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 4 മണിയോടുകൂടിയാണ് ഒരു ശബ്ദം കേട്ടപാടെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ ആദ്യം പുറത്തായിരിക്കും എന്നുള്ള. പുറത്ത് നോക്കിയില്ല, നേരെ അടുക്കള ഭാഗത്ത് വന്ന് നോക്കുമ്പോൾ മൊത്തത്തിൽ നിറഞ്ഞ് തകർന്ന് വലിയ ശബ്ദമാണ്. മോശമില്ലാത്തൊരു ശബ്ദമാണ്. ആ സമയത്ത് കാറ്റും മഴയുണ്ട്. ആ സമയത്ത് വന്ന് നോക്കുന്ന എന്തെങ്കിലും സംഭവിച്ചാണെന്ന് വിചാരിച്ച് നിങ്ങൾ ആദ്യം പുറത്താണ് നോക്കിയത്. അങ്ങനെ ഇപ്പോൾ പുറത്തൊന്നും കണ്ടില്ല. അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പം അടുക്കള വന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുമ്പോൾ തന്നെ പറഞ്ഞാൽ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ തകർന്ന് കിടക്കും ഇതെല്ലാം. നിങ്ങൾ രണ്ടാളും മുറിയിലായിരുന്നു ഉണ്ടായിരുന്നത്? രണ്ടുപേരും ശബ്ദം കേട്ടു. ഞങ്ങൾ ഉണർന്നായിരുന്നു. അതിനൊരു അരമണിക്കൂർ കാറ്റും മഴയും വന്നിട്ട് ഭീകരമായ ഒരു കാറ്റായിരുന്നു ആ സമയത്ത് ഉണ്ടായത്. നല്ല ചുഴലിക്കാറ്റ് പോലെ. ആ കാറ്റത്തായിരുന്നു നമ്മൾ എണീച്ചത്. അതിനുശേഷം കാറ്റ് പിന്നെ ഒന്ന് കുറഞ്ഞ് ഒരു അരമണിക്കൂറായിട്ടുണ്ട് ഏകദേശം. അടുക്കള ഭാഗം ഏതാണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ട് പിന്നെ അങ്ങോട്ട് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ അപ്പുറത്തുള്ള ആൾക്കാരിലെന്ന് പറഞ്ഞാൽ അറിഞ്ഞു ഒരു 5 മണിയോട് കൂടി ആൾക്കാർ വന്ന് എല്ലാവരും നാട്ടുകാരൊക്കെ വന്ന് പിന്നെ ഇതൊക്കെ എടുത്ത് മാറ്റി. അതായത് മേൽക്കൂരയും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ചുറ്റും അതിലും മേൽക്കൂരകളിലെന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഒറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ളിലത്തും ചോർച്ചയുണ്ട് ഇപ്പം പുറത്ത് വീടിൻ്റെ അടുക്കള ഭാഗത്തെ ചുമരൊക്കെ പൂർണ്ണമായും തകർന്നിട്ടുള്ളത് അത് കാണാമല്ലോ. ഏതാണ്ട് നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിൽ കാണാം. അടുക്കള ഭാഗത്തെ ചുമരുകളൊക്കെ തകർന്ന് വീടിനകത്തേക്ക് അടുക്കള ഭാഗത്ത്, അതായത് നേരത്തെ ഇന്നലെ വരെ വീടിൻ്റെ അടുക്കളയായിരുന്നു ഇത്, ഇന്ന് അവിടെയൊക്കെയാണ് തകർന്ന് ഈ ഒരു രീതിയിലേക്ക് ആയി മാറിയിട്ടുള്ളത്. ഏതാണ്ട് മേൽക്കൂരയൊക്കെ തകർന്നതുകൊണ്ട് തന്നെ അടുക്കള ഭാഗത്തൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടാ, ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് മാറുന്നുണ്ട്? താമസം മാറും. ബന്ധുവീട്ടിലേക്ക് മാറും. ഇന്ന് തന്നെ മാറും. എന്തായാലും നമുക്കിപ്പോൾ ഇനി ഇവിടെ താമസിക്കാൻ പറ്റിയ ഒരു സാഹചര്യം പറ്റില്ല. എന്തായാലും താമസം മാറണമെന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് വന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും താമസം മാറും. എന്തായാലും റവന്യൂ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം രാജനും ഭാര്യയും ഇവിടെ നിന്ന് ബന്ധുവീട്ടിലേക്ക് മാറുകയാണ്. ഇനി മഴക്കാലമൊക്കെ കഴിഞ്ഞ് വീട് ശരിയാക്കിയതിന് ശേഷം മാത്രമേ തിരിച്ചു വരൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറ പേഴ്സൺ ജിതേഷിനോടൊപ്പം മുഹമ്മദ് സൈഫുള്ള, പ്രൈം 21.